വിവാദങ്ങൾക്കിടയിലും സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലാണ്. കലുങ്ക് സംവാദത്തിന് പിന്നാലെ തന്നെ SG വിത്ത് കോഫി, അങ്ങനെ ഒരു പരിപാടി കൂടി വരുന്നുണ്ട്. എന്താണ് ലക്ഷ്യം? SG വിത്ത് കോഫി, കോഫി വിത്ത് SG. SG വിത്ത് കോഫി ടൈംസ്. തിരിച്ചിട്ടോ? ഓക്കെ. അല്ല, മുമ്പ് ചെയ്തിരുന്ന ലോക്സഭ ഇലക്ഷൻ സമയത്തും കോഫി വിത്ത് SG എന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം ഇത് കഴിഞ്ഞതിന് മുമ്പ് കലുങ്ക് സംവാദങ്ങൾ കൊണ്ടുവന്ന് അതും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എനിക്ക് വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപിനെ സംബന്ധിച്ച് വിവാദങ്ങൾ നെഗറ്റീവ് വന്നാൽ എനിക്ക് ഒരു പോസിറ്റീവായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുവരെ. പക്ഷേ ഇത് തുടർച്ചയായി വരുന്നല്ലോ. അത് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പം കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അങ്ങനെ മന്ത്രിയാണ്, MP ആണ്. അങ്ങനെ വേണ്ടി വോട്ട് ചെയ്ത് ചോദിച്ച ഒരുപാട് ആളുകൾ, BJP-ക്കാർ അങ്ങനെ ജയിക്കണം ആഗ്രഹിച്ചല്ലോ, എന്നെപ്പോലുള്ള ആളുകൾ. അപ്പോൾ നമ്മളോടൊക്കെ ആളുകൾ ചോദിക്കും ഇതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ആളുകൾ കാണില്ല, ഈ ന്യൂസല്ലേ കാണുള്ളൂ, ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അടുത്ത തവണ മൂപ്പർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് ആളുകൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. മൂപ്പർക്ക് അടുത്ത തവണ ജയിക്കണമെന്നില്ല, ധൈര്യം വേണം. പക്ഷെ അടുത്ത തവണയേക്കാൾ 2 ലക്ഷം മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മൂപ്പര് കുറച്ച് കാര്യങ്ങൾ മൂപ്പരൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം, സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പുതുമയൊന്നുമല്ല. പിന്നെ ആളുകൾ അത് വിടും. ഇതിന് വലിയതൊക്കെ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത്, ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് വന്നതാണ്. പിന്നെ ഈ ശിവൻകുട്ടിയായിട്ടുള്ള വിവാദം സുരേഷ് ഗോപിനെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യത വന്ന ആളുകളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് സുരേഷ് ഗോപിനെ പറ്റിയ ഒരു ജെന്റിൽമാന് പറ്റിയല്ല. സുരേഷ് ഗോപി നമ്മൾ ജെന്റിൽമാൻ എന്ന് വിളിക്കുന്നുണ്ടാണ്. അതിന് രാജീവ് ചന്ദ്രശേഖർ പോസിറ്റീവ് പൊളിറ്റിക്സാണ് പൊതുവെ മുന്നോട്ട് വെക്കുക. സുരേഷ് ഗോപിനെ ചിലപ്പോൾ അത് വിട്ടു, ഗോവിന്ദനോട് ചോദിക്കുന്നൊക്കെ പറയും. അങ്ങനെ സുരേഷ് ഗോപി അങ്ങനെ പറയേണ്ട ഒരാളല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപിൻ്റെ ഇമേജ് അതല്ല. ഈ ഭരചന്ദ്രൻ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഒരാളെ വിദ്യാഭ്യാസ യോഗ്യത, സുരേഷ് ഗോപിനെക്കാളും ജനങ്ങളെ പൾസറിയുന്ന ആളാണ് ശിവൻകുട്ടി. അദ്ദേഹം ഇവിടെ താഴെ തട്ടുന്ന ഈ ചെങ്കച്ചൂളയിലൊക്കെ കിടന്ന് പണിയെടുത്ത് മേയറായി അങ്ങനെ വന്നിട്ടുള്ളൊരു വളരെ സ്വീകാര്യനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം സിനിമയിൽ സൂപ്പർ സ്റ്റാറാണ്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ സൂപ്പർ സ്റ്റാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ പുറത്ത് വിമർശിക്കാം, അദ്ദേഹത്തിൻ്റെ വാചകം. പക്ഷെ അത് വിദ്യാഭ്യാസ യോഗ്യതയും ചോദ്യം ചെയ്യണം. അങ്ങനെ തിരിച്ചു ചോദ്യം ചെയ്യേണ്ടി വരും, പലരും ചോദിക്കേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടാവും. അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അതിപ്പോൾ അടുത്ത കാലത്ത് ഒരു ഇടതുപക്ഷ നിലപാട് പൊതുവെ ശക്തമായിട്ട് എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അതിപ്പം ഈ സ്കൂൾ സമയമാറ്റത്തിൻ്റെ സമയത്താണെങ്കിലും, ഇപ്പം PM ശ്രീയുടെ കാര്യത്തിലാണെങ്കിലും, ഇപ്പം ഈ തട്ടത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും അദ്ദേഹം എടുത്ത നിലപാട് സ്ട്രോങ് ആണ്. ആ സ്കൂളിൽ ഈ പറയുന്ന ഹിജാബ് അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചേർത്തി അവിടെ 4 മാസം പഠിപ്പിച്ച പിതാവ് പിന്നെ നമുക്ക് തട്ടടാനുള്ള അവകാശത്തെ പറ്റി പറയുന്നതിന് കാര്യമൊന്നുമില്ല. അത് ശരിയാണ്. അത് കോടതി വിധി അനുസരിച്ച് ആ സ്കൂളിലാണ് ഫൈനൽ വേർഡ് ഉണ്ടാവുമെന്നാണ് മുമ്പത്തെ കോടതി വിധി ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കുട്ടിക്ക് അവരുടെ എസെൻഷ്യലായുള്ള മത പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചാൽ ഈ മുല്ലാമാൻ എന്താ പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് എല്ലാ മുസ്ലിംസും, തിരുവനന്തപുരത്ത് ഞാൻ കണ്ടില്ല, മലബാറിലും അറേബ്യയിലൊക്കെ മുസ്ലിംസ് തലേ തട്ടിടുക എന്നുള്ള ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് പോലെ തന്നെയാണ്. അത് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. തട്ടത്തെ പറ്റി ഹിജാബ് എന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചക നിൻ്റെ ഭാര്യമാരോട് അവരുടെ മേൽവസ്ത്രം ശിരസിന് മുകളിലേക്ക് വലിച്ചിടാൻ പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റെഫറൻസ് ഉണ്ട്. അതിനനുസരിച്ച് തല മറയ്ക്കണം എന്നുള്ളതാണ്. അപ്പം അത് ശിവൻകുട്ടി എടുത്തൊരു നിലപാട് ഭരണഘടനാനുസൃതമായ നിലപാട് തന്നെയാണ്. പിന്നെ ഒറ്റ ചോദ്യം അതിലുള്ളൂ, ഈ സ്കൂളിൽ ഇങ്ങനെ അതിൻ്റെ ഒരു കൊച്ചിനെ അവിടെ വിടേണ്ട ആവശ്യമില്ലായിരുന്നു. അവർക്ക് അത്രയും നിർബന്ധമുണ്ട്. പിന്നെ അത് അവരാണ്, ആ കൊച്ചിൻ്റെ പാരൻസ് ആണ് അതിന് പിന്നിൽ കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ശിവൻകുട്ടിയുടെ സ്റ്റാൻഡ് കൃത്യമാണ്. ശിവൻകുട്ടി ഒരു പൊളിറ്റീഷ്യൻ നീതിയെടുത്ത സ്റ്റാൻഡ് കൃത്യമാണ്. അതായത് അത് ഭരണഘടന എസെൻഷ്യൽ പ്രാക്ടീസ് പോലെ തന്നെയാണ്. പിന്നെ മുല്ലമാരെ ഏതോ കേസിന് എന്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിന് മുല്ലമാർക്ക് എത്രമാത്രം വിവരം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് പലരുടെയും കളി കാണുമ്പോൾ. അപ്പോൾ ശിവൻകുട്ടി പൊതുവെ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. ആ റെസ്പെക്ട് സുരേഷ് ഗോപിക്ക് കൊടുക്കാമായിരുന്നു, അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം തുടർച്ചയായി വേട്ടയാടുന്നുണ്ടല്ലോ. ജോൺ ബ്രിട്ടായാലും വഴിയെ പോകുന്നവരെല്ലാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയിട്ട്, അത് ബാലിനെ പോലെയല്ലേ, മൂപ്പരോട് യുദ്ധം ചെയ്യുന്ന ആളുകളൊക്കെ ശക്തി വലിച്ചെടുത്ത് മൂപ്പർ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയെ പറ്റി നമ്മളെ മനസ്സിൽ ഇമേജ് ഉണ്ടല്ലോ. അദ്ദേഹം ഈ പറയുന്ന 3ാം ഘട്ട രാഷ്ട്രീയക്കാരെ പോലെ അദ്ദേഹം പ്രവർത്തിക്കുക അത്യാവശ്യം പേഴ്സണൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊന്നും ഞോണ്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ ഞോണ്ടെന്നുള്ള ചോദ്യം സാധാരണക്കാരൻ്റെ ഒരു ചോദ്യമാണ്. അത് അദ്ദേഹത്തെ പോലെ സുരേഷ് ഗോപി സാധാരണക്കാരല്ല. അദ്ദേഹം സിനിമയിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല വിദ്യാഭ്യാസമുള്ള വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഇടയ്ക്ക് ഭരചന്ദ്രൻ ചെയ്തതിനു ശേഷമാണ് ഈ മാറ്റം വന്നത്. അതുവരെ സുരേഷ് ഗോപിയെ പറ്റി അങ്ങനെ അറിയുന്ന ഒരുപാട് ആളുകളെ പിന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അദ്ദേഹത്തെ പറ്റി വളരെ നല്ല അഭിപ്രായം. ശരിക്കും IAS തന്നെ ആണ്ട കക്ഷിയാണ്. ഒരു IAS തന്നെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഭരചന്ദ്രൻ ചെയ്തതിനു ശേഷമാണ് IPS ആയത്. അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി ആ രീതി അദ്ദേഹത്തെ നിലപാട് രാജീവ് ചന്ദ്രശേഖരൻ്റെ അതിന് പ്രതീക്ഷിക്കും. രാജീവ് ആപാട് നാൾ
ഒരു ഗത്യന്തരമില്ലാത്തതുകൊണ്ടാണ് മറ്റേ കൈരളിയിലെ റിപ്പോർട്ടറോടൊന്നും ചൂടായത്. അതല്ല രാജീവിൻ്റെ കയ്യിൽ അങ്ങനെ പ്രതീക്ഷിക്കില്ല. രാജീവ് അനാവശ്യമായിട്ട് മീഡിയയുടെ മുന്നിൽ പോവുകയില്ല. ഏഷ്യാനെറ്റ് രാജീവിൻ്റെ കയ്യിലല്ലേ. രാജീവ് അല്ല, അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മാധ്യമങ്ങളുടെ പ്രശ്നമാണ്. ഇപ്പൊ രാജീവ് ആയാലും സുരേഷ് ഗോപി ആയാലും ജനങ്ങൾക്കിടയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കലിംഗ സംവാദം കേരളത്തിൽ നാം മുൻപ് കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് വന്നിരുന്ന സാധാരണക്കാരുമായി സംസാരിക്കണം ഒരു കേന്ദ്രമന്ത്രി, ഈ സാറ് സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതിയ രാഷ്ട്രീയത്തെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണോ മാധ്യമങ്ങളും ഈ ജനങ്ങളും? മാധ്യമങ്ങൾക്ക് അങ്ങനെ അവർക്ക് മാധ്യമങ്ങൾ പുതിയ രാഷ്ട്രീയം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടോ. ഒന്ന് BJP വിരോധം അതിശക്തമാണ്. BJPക്കാരൻ്റെ വീട്ടിലുള്ള പെങ്കുച്ചുങ്ങൾക്ക് പോലും BJPനെ കണ്ടുകൂടാ. അത് ഈ നാട്ടിലൊരു ട്രെൻഡ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ മോഡീനെയൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷേ BJP എന്ന് പറയുമ്പോൾ ഒരു അപകർഷമാണ്. അതാണ് ഒരു ഘടകം. രണ്ടാമത്തെ നിങ്ങൾ ന്യൂസ് കിട്ടണ്ട പത്രക്കാർ. അപ്പോൾ സുരേഷ് അല്ലെങ്കിൽ സംവാദം അത് നിങ്ങൾക്ക് ന്യൂസാണ്. അപ്പോൾ അതിൻ്റെ വിവാദം ഉണ്ടായാലല്ലേ ന്യൂസ് ഉണ്ടാവുള്ളൂ. ഇപ്പം പുലി മനുഷ്യനെ പിടിച്ചാൽ നിങ്ങൾക്ക് വലിയ ന്യൂസ് ഒന്നുമല്ല, പക്ഷെ മനുഷ്യൻ പുലിനെ പിടിച്ചാൽ നിങ്ങൾക്ക് ന്യൂസാണല്ലോ. അത് ആ ആംഗിളിൽ എടുക്കുന്നുണ്ട്. പിന്നെ BJP വിരോധമുണ്ട്. പിന്നെ സുരേഷ് ഗോപി ഇവരൊന്നും ഗൗനിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പരിഗണിക്കില്ലല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രകടനം? ഈ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണല്ലോ ഈ തുടർച്ചയായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലെ നിയമസഭ ചില മണ്ഡലങ്ങളിൽ ലഭിക്കുമോ? തൃശ്ശൂർ സാധ്യതയുണ്ട്, പക്ഷെ അവിടെ സ്ഥാനാർത്ഥിനെയും അതുപോലെ തൃശ്ശൂരും ആലപ്പുഴയാണ് ഏത് പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിന്റെ പേരിൽ അങ്ങോട്ട് വലിക്കുന്ന ഒരു സ്ഥലമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തൃശ്ശൂർ ഇവർ ഗ്രൂപ്പിന്റെ പേരിൽ വലിച്ചാൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടും. അല്ല, അവിടെ ഇപ്പോൾ പൂർണ്ണമായ ഒരു മുഖമായി സുരേഷ് ഗോപി മാറ്റാനുള്ള ശ്രമമാണ്. സുരേഷ് ഗോപി അവിടുത്തെ മുഖമാണ്. പക്ഷെ തൃശ്ശൂർ നിങ്ങൾ ബിസിനസ് മെന്റാലിറ്റി ഉള്ള ആളുകളാണ് എല്ലാ സമുദായത്തിലും. അവിടുത്തെ ഏവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുക സാധാ ഏവരല്ല, എല്ലാം നല്ല കൊടുക്കുന്ന പൈസക്കാരാണ്. പാവപ്പെട്ടവരുണ്ട് കേട്ടോ, എല്ലാം പൊതുവെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ഒരു ഘടകമാണ്. ശരിയല്ലേ? പിന്നെ BJPക്കാർ തമ്മിൽ വലിച്ചാലും ചെയ്യും. അവിടെ എല്ലാവരും സ്ഥാനാർത്ഥിയിലാണ് നടക്കുന്നത് തോന്നുന്നു. വിജയപ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഒരു പരസ്പരം വലിച്ചാലും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ നല്ല സ്ഥാനാർത്ഥികളെ വിജയസാധ്യത നോക്കി മത്സരിപ്പിക്കുകയും എന്നിട്ട് പരസ്പരം വലിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് 4 വരെ സീറ്റുകൾ കിട്ടാം അവിടെ. അപ്പോൾ പൽമജ് തൃശ്ശൂർ സ്ഥാനാർത്ഥിയാവുന്ന നിൽക്കും. തൃശ്ശൂർ മണ്ഡലത്തിൽ അവർ BJP സ്ഥാനാർത്ഥി എന്നാൽ അവർ ജയിക്കും, ഇവർ വലിച്ചിട്ടില്ലെങ്കിൽ. വലിക്കാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ പിന്നിൽ നിന്ന്? അതൊക്കെ BJPയിലുണ്ട്. പിന്നെ ഇപ്പോഴും സുരേഷ് ഗോപിനെ വരെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വലിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അവസാനം പേടിച്ച് നിർത്തിക്കളഞ്ഞാലേ. സുരേഷ് ഗോപിയുടെ ഉള്ളിൽ പറഞ്ഞ ഡയലോഗ് എങ്ങനെയാണ് ഈ മാധ്യമത്തിന് കിട്ടിയത്, ഈ മീഡിയ വണ്ണിന് കിട്ടിയത്? അതായത് നിയമത്തെ ഇസ്ലാമിക്കാരൻ നോക്കിയിട്ടല്ലല്ലോ, ഉള്ളിൽ നിന്നല്ലേ പോയത്. പിന്നെ അതിനുശേഷം പിന്നെ ഒന്നും പുറത്ത് വന്നിട്ടില്ല. എന്താണ് അന്ന് ആ റിപ്പോർട്ട് ചോർത്തി കൊടുത്തവനെ കണ്ടുപിടിച്ച് പുറത്താക്കി. അന്ന് അറിഞ്ഞില്ലല്ലേ? അതുകൊണ്ടാണ് പിന്നെ ഒന്നും പുറത്ത് വരാഞ്ഞത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. വലിവുണ്ട്. തിരുവനന്തപുരത്തില്ലേ BJPയിലെ വലിവ്? അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ തോറ്റത്. അല്ല, ഇപ്പോൾ രാജീവ് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. രാജീവ് പറയാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരെ നമ്മളെപ്പോലെ സ്ട്രൈറ്റ് ആയി ചിന്തിക്കുന്ന ആളുകളല്ല ഈ രാഷ്ട്രീയക്കാർ. എനിക്കെന്ത് കിട്ടി, എൻ്റെ ആളുകൾക്ക് എന്ത് കിട്ടി എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. അല്ലെ പിന്നെ അങ്ങനെ RSS കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവണം. പക്ഷെ ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഈ രാജീവിനെ വലിക്കാൻ കാരണം കുമ്മനത്തിന് സീറ്റ് കൊടുക്കായിട്ട് വന്നതാണ്. വലിക്കാന്ന് വെച്ചാൽ പല ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല, അല്ലെ രാജീവ് ജയിക്കായിരുന്നു. അപ്പോൾ അതും ഇപ്പം എനിക്ക് സംശയമുണ്ട് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇവർ ഒരുമിച്ച് നിൽക്കുക എന്ന് വെച്ചാൽ 2014 രാജേട്ടന് വേണ്ടി ഒന്നിച്ചെന്ന പോലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഒരുമിച്ച് നിന്നാൽ ജയിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് ജയിപ്പിക്കാൻ പറ്റുന്ന 4 സ്ഥലങ്ങളെങ്കിലും തൃശ്ശൂരുണ്ട്. അത് സുരേഷ് ഗോപിയുടെ പ്രസൻസ് ഗുണം ചെയ്യുകയും ചെയ്യും. സുരേഷ് ഗോപിക്ക് സ്വയം ജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നല്ലാതെ മറ്റുള്ളവരെ സുരേഷ് ഗോപിക്ക് ഒറ്റയ്ക്ക് ജയിപ്പിക്കാനൊന്നും പറ്റില്ല. അതിന് വല്ല മോഡിയൊക്കെ വേണം. പലരും ഈ സമൂഹ മാധ്യമങ്ങളെല്ലാം കുറിക്കുന്നുണ്ട് സുരേഷ് ഗോപി മുഖ്യമന്ത്രിയായി കാണാൻ. അതെനിക്ക് വലിയ ആഗ്രഹമുള്ളതാണ്. എനിക്ക് ഓപ്പണായിട്ട് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. സുരേഷ് ഗോപി മുഖ്യമന്ത്രിയായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ ഞാനാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ അത്ര ആഗ്രഹിച്ച കാര്യമില്ലല്ലോ. അതിനുള്ള സാഹചര്യം ഒരുങ്ങി വേണം. മാത്രമല്ല നിലവിലുള്ള ഗവൺമെൻറ് പെർഫോമൻസ് മോശമാണ്. പക്ഷേ നിലവിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് സോഫാ. പിന്നെ അണ്ണൻ കുറച്ച് വായ നിയന്ത്രിക്കണം. അപ്പം മൂപ്പർക്ക് ഈ ഭരചന്ദ്രാവുന്നതിനെക്കാട്ട് നല്ലത് ഈ ഒരു അധികാര സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പം പ്രണയവർണ്ണങ്ങളിലെ കലക്ടർ ആവുന്നതാണ് വളരെ പൊളയിൽ. അതാണ് ബേസിക്കലി സുരേഷ് ഗോപി. അതാവുന്നതാണ് നല്ലത്. ഗോകുലിന്റെ സ്വഭാവമാണ് അങ്ങനെ. ഇപ്പം അങ്ങനെ കാണിക്കുന്നത് മറ്റേ രണ്ടാമത്തെ പയ്യൻ എന്നാലും ഒരു അർജുനല്ല, മാധവിന്റെ സ്വഭാവമാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി അങ്ങനെ അല്ല ബേസിക്കലി എന്നാണ് മൂപ്പര അടുത്തറിയുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാവുന്നതാണ് നല്ലത്. പാർട്ടിയിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടോ? പാർട്ടിയിൽ നിന്ന് ഇവർക്ക് പണ്ട് വലിയ പിന്തുണ കിട്ടിയില്ലല്ലോ. പക്ഷെ ഇപ്പം പിന്തുണച്ചേ പറ്റുള്ളൂ.
ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, രാജേട്ടൻ MLA ആയിരുന്ന സമയത്ത് ഫസ്റ്റ് എല്ലാ മുക്കിലും മൂലയിലും രാജേട്ടൻ്റെ ഫ്ലക്സ് അടിച്ചു വെച്ചിരുന്നു BJPക്കാർ. സുരേഷ് ഗോപി MP ആയിട്ട് ഫസ്റ്റ് MP താമര ചിഹ്നത്തിന് മനസ്സിൽ ജയിച്ച MP ആയിട്ടും സുരേഷ് ഗോപിൻ്റെ അങ്ങനെ ഫ്ലക്സ് ഞാൻ ഇവിടെ കണ്ടില്ല കാര്യമായിട്ട്. അതെന്താ വെക്കാൻ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോഴും BJPക്കാർ അങ്ങനെ ഡൈജസ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. അത് പിന്നെ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും. മൂപ്പര് കുറച്ച് ഇനി അങ്ങോട്ട് ഇപ്പം മന്ത്രിയൊക്കെ ആയ സ്ഥിതിക്ക് ആളുകൾ കുറച്ചുകൂടി മച്യൂരിറ്റി പ്രതീക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ മൂപ്പര് ഉണ്ടാക്കി കൊടുക്കണ്ട. ഈ മീഡിയയുടെ ടാമ്പ് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് സുരേഷ് ഗോപിൻ്റെ പണിയല്ലല്ലോ. അത് രാജീവാണ് അതിന് പറ്റിയ മോഡൽ. അജീന് വല്ല കുലുക്കമുണ്ടോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.